ഇറാനെതിരെ പ്രത്യാക്രമണത്തിന് ഒരുങ്ങി ഇസ്രായേൽ. വ്യാപക യുദ്ധത്തിലേക്ക് പോകത്തക്ക വിധം കൃത്യവും പരിമിതവുമായിരിക്കും പ്രത്യാക്രമണമെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടതെന്നും അതേസമയം യുദ്ധവ്യാപ്തി തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് അമേരിക്കയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം ചേർന്ന 3 മണിക്കൂർ നീണ്ട ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ ധാരണയായത്. തിരിച്ചടിയുടെ സ്വഭാവവും വ്യാപ്തിയും നിർണ്ണയിച്ചിട്ടില്ല. വീണ്ടും യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേരും. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും അയച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ ഇറാൻ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് സൈനിക മേധാവി റവ് അലുഫ് ഹെർസി ഹലേവി പറഞ്ഞു. ഇറാന്റെ ആക്രമണം നടന്ന നവാത്തിങ് എയർബേസ് സന്ദർശിച്ചാണ് സൈനിക മേധാവിയുടെ പ്രതികരണം. ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യാക്രമണം തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണെന്ന് പെൻഡഗൺ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം സംഘർഷം വ്യാപിക്കുന്നത് തടയാനാണ് അമേരിക്കയുടെ നീക്കമെന്നും പെൻഡഗൺ അറിയിച്ചു. അമേരിക്കയുമായി കൂടിയാലോചിച്ചാകും പ്രത്യാക്രമണ നീക്കമെന്ന് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട്. അപകടകരമായ കടന്നുകയറ്റത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ചൈനയും കാനഡയും ആവശ്യപ്പെട്ടു. സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ വിവേകപൂർണ്ണമായ നടപടി സ്വീകരിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഖത്തർ അമീർ, ഇറാൻ, തുർക്കി പ്രസിഡന്റുമാരുമായി ഫോണിൽ സംസാരിച്ചു. അമേരിക്കൻ സൈനിക മേധാവി സൗദി സൈനിക നേതൃത്വവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. കോൺസുലേറ്റ് ആക്രമണത്തിനുള്ള മിനിമം നടപടി മാത്രമാണ് കഴിഞ്ഞ ദിവസം നൽകിയതെന്നും പ്രത്യാക്രമണം ഉണ്ടായാൽ മാരകവും വ്യാപ്തിയുള്ളതുമായിരിക്കും മറുപടിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രായേലിന് താക്കീത് നൽകി. അതിനിടെ ഗസയിലെ റഫക്കു നേരെയുള്ള കരയാക്രമണം തൽക്കാലം നിർത്തിവെക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരായ പ്രത്യാക്രമണ നീക്കത്തിൻ്റെ വെളിച്ചത്തിലാണിത്. അധികം വൈകാതെ റഫയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഹമാസിനെ അമർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ 63 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ വ്യോമ കര ആക്രമണത്തിൽ തകർത്ത അൽഷിഫ ആശുപത്രി അടക്കം 2 കൂട്ടക്കുഴിമാടം കണ്ടെത്തി. ഇസ്രായേൽ സൈന്യം വകവരുത്തിയ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 400-ലധികം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളെ കൊലപ്പെടുത്തി കൂട്ടക്കുഴിമാടം തീർത്ത് മറവു ചെയ്യുകയായിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ നയതന്ത്ര നീക്കം ശക്തമാക്കി UAE. മേഖലയുടെ ഭാവി മുൻനിർത്തി പ്രകോപന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബന്ധപ്പെട്ട രാജ്യങ്ങളോട് UAE നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയുടെയും ലോകത്തിൻ്റെയും താൽപ്പര്യം മുൻനിർത്തി സമാധാനപൂർണ്ണമായ നടപടി സ്വീകരിക്കാൻ വൻ ശക്തി രാജ്യങ്ങളും തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് UAE. മേഖലയിൽ രൂപപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കാൻ നയതന്ത്ര നീക്കം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് UAE ഉള്ളത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വിവിധ രാഷ്ട്രീയ നേതാക്കളുമായി തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. ഖത്തർ അമീർ, ജോർദൻ രാജാവ്, ബഹ്റൈൻ രാജാവ് എന്നിവരുമായി UAE പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങളുമായും ആശയവിനിമയം തുടരുകയാണ്. പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളും ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. 6 മാസം പിന്നിട്ട ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ സാധ്യമാക്കാനുമുള്ള കാര്യങ്ങളും വിവിധ നേതാക്കളുമായുള്ള ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. മേഖലയിൽ സ്ഥിരവും സമഗ്രവുമായ സമാധാനം കൈവരിക്കുന്ന ഫലസ്തീൻ പ്രശ്നത്തിന് അന്തിമ പരിഹാരം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് $55 കോടി റിപ്പോർട്ടുകൾ. അതായത് 4600 കോടിയോളം രൂപ. ഡേവിഡ് സ്ലിംഗ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ പ്രധാനമായും ഉപയോഗിച്ചത്. ഇതിനു പുറമെ ഇന്ധനത്തിൻ്റെയും മറ്റു ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു. 100 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ 6 മണിക്കൂറാണ് ആകാശത്ത് പറന്നത്. ഇതിൻ്റെ ചെലവും കണക്കിലെടുത്ത് ടെല്ലവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 5 മണിക്കൂറിനിടെ ഇറാൻ തൊടുത്തുവിട്ടത് 300-ലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ്. അതിൽ 99% തടഞ്ഞെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. 170 ഡ്രോണുകൾ, 30 ക്രൂസ് മിസൈലുകൾ, 120 ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്കെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട്.